ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞങ്ങൾ എല്ലാവരും കൂടി നെന്മാറ പെറ്റ്സ് പാർക്ക് കാണാൻ പോവാണ്. ഉച്ചഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത്. ഞങ്ങളുടെ കൂടെ ഇക്കാൻ്റെ 2 ഫ്രണ്ട്സും ഫാമിലിയും ഉണ്ടായിരുന്നു. അങ്ങനെ 2 കാറിലാട്ടോ ഞങ്ങൾ പോയത്. നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്യണേ. അങ്ങനെ പാർക്കിലെത്തി കാറൊക്കെ പാർക്ക് ചെയ്ത് കുറച്ച് നടക്കാനുണ്ട്. 150 രൂപയാണ് കേട്ടോ ടിക്കറ്റ് ചാർജ്. 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ടിക്കറ്റ് വേണ്ട. രാവിലെ 9:30 മുതൽ വൈകിട്ട് 6:30 വരെ ആട്ടോ ഇതിൻ്റെ ടൈം. ഒരുപാട് വെറൈറ്റീസ് ഓഫ് ബേർഡ്സ് ആൻഡ് ആനിമൽസ് ആണ് അവർ നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത്. നമ്മളിതുവരെ കണ്ടിട്ടില്ലാത്ത പലതരം ജീവികളെ അവർ നമ്മുടെ കയ്യിൽ വെച്ച് തരും. ഇതിൽ പഞ്ചവർണ്ണത്തത്തയും മലമ്പാമ്പും ഇഗ്വാനയും ഒക്കെ ഉണ്ടായിരുന്നു. തുടക്കത്തിൽ കുട്ടികൾക്ക് പേടിയായിരുന്നെങ്കിലും പിന്നീട് അവർ ഓക്കെ ആയിട്ടോ. സാധാരണ നമ്മൾ സൂവിലൊക്കെ പോയാൽ മൃഗങ്ങളൊക്കെ കൂട്ടിലായിരിക്കും. പക്ഷേ ഇവിടെ അവരൊക്കെ തൊടാനും എടുക്കാനും ഫീഡ് ചെയ്യാനും ഒക്കെ പറ്റി. അത് കുട്ടികൾക്ക് ഒരുപാട് കൗതുകമായി. ഈ കുരങ്ങച്ചാരെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. ഐദുവിന് ഹോഴ്സ് റൈഡിങ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ അതങ്ങ് സാധിച്ചു കൊടുത്തു. 50 രൂപയാണ് കേട്ടോ ഇവിടെ ഹോഴ്സ് റൈഡിങ്ങിൻ്റെ ചാർജ്. പിന്നെ ഒരു ചെറിയ ടാങ്ക് ഉണ്ടായിരുന്നു, അതിൽ നിറച്ച് മീനുകളും. ആ മീനുകൾക്ക് തീറ്റ കൊടുക്കുകയായിരുന്നു കേട്ടോ ഇക്കയും മൂമിയും. പൂച്ചകളെ കണ്ട പുലികളെ പോലെ തോന്നുമെങ്കിലും ഇവർ ബംഗാളിൽ നിന്ന് വന്നതാണെന്നാണ് പറയുന്നത്. ഫാമിലി ആയിട്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ് കേട്ടോ നെന്മാറ പെറ്റ്സ് പാർക്ക്. പിന്നെ ഞങ്ങൾ കുറച്ച് മുകളിലേക്ക് നടന്നപ്പോൾ അവിടെ കുതിരയും കഴുതയും ആടും ഒട്ടകവും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ കണ്ടത് ഈ ഒട്ടകപ്പക്ഷിയാണ് കേട്ടോ. അത് മറ്റേ പക്ഷിയുടെ തൂവലുകൾ കടിച്ചു വലിക്കുന്നുണ്ട്. പിന്നെ കുറേ കൂടുകളുണ്ട് കേട്ടോ, അതിലൊക്കെ പലതരത്തിലുള്ള പക്ഷികളും ഉണ്ടായിരുന്നു. വെളുത്ത ഈ അരയന്നത്തെ കാണാൻ നല്ല ചന്തണ്ടായിരുന്നു. പിന്നെ അതാ കോഴിയാണ് പോലും. ഇങ്ങനത്തെ കോഴിനെ ഞാൻ ആദ്യമായിട്ടാട്ടോ കാണുന്നത്. ഈ ഒരാട് ആളും എടുക്കനാണ്. ഇക്ക അതിൻ്റെ കൂടെ കുറച്ചു നേരം കളിച്ചു. ഇതൊരു കൂടാണ് കേട്ടോ, അതിൽ നിറയെ പക്ഷികളുണ്ട്. ആ പക്ഷികളൊക്കെ തീറ്റ കൊടുക്കാം കേട്ടോ നമുക്ക്. പിന്നെ ഇവിടെ കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ ചെറിയൊരു പാർക്കും ഉണ്ട് കേട്ടോ. അങ്ങനെ പാർക്കൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ നേരെ ഇരുട്ടായി. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി. അവിടുന്ന് തിരിച്ച് പാലക്കാട് എത്തി സൂഫി മന്തി കയറി ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാട്ടോ ഞങ്ങൾ പിരിഞ്ഞത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ.